നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ നല്ല കാലവുമുണ്ട്, അതേപോലെ തന്നെ അല്പം ദോഷകരമായ അല്ലെങ്കിൽ ദുഷ്കരമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായ കാലവുമുണ്ട്. രാജയോഗവും അനുഭവിക്കേണ്ടതായി വരും, അതേപോലെ തന്നെ അതികഠിനമായ ദോഷങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായി വരുന്നതാണ്. ഇവിടെ ഷടാഷ്ടക യോഗം രൂപം കൊള്ളുകയാണ് ജൂൺ 20 അപ്പോൾ നല്ല കാലങ്ങൾ പ്രവചിക്കുന്നതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സന്ദർഭങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. എല്ലാ മനുഷ്യരും നല്ല കാലങ്ങളാണ് കൂടുതൽ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. എന്നും ചൊല്ലി അല്ലെങ്കിൽ എന്നും കരുതി മറ്റുള്ള ദോഷമായ സമയത്തെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം എന്തെന്നാൽ മുന്നേ കൂട്ടി നമ്മൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നാൽ നമുക്കത് പിന്നീട് ഗുണം ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ ഉണ്ടായി കിട്ടുകയാണ്. ഇവിടെ ജൂൺ 20, അതായത് നാളെ, ജൂൺ 19 നാളെ ജൂൺ 20 ചില രാശിക്കാരിൽ ഷടാഷ്ടക യോഗം രൂപം കൊള്ളുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായി ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വരും. 9 നക്ഷത്രക്കാർക്ക്, 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാർക്ക് നാളെ മുതലുള്ള സമയം അല്പം ശ്രദ്ധിക്കണം എന്ന് സാരം. ഇവിടെ ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ശനി, ചൊവ്വ എന്നീ 2 ഗ്രഹങ്ങളുടെ സംഗമം ഒരു ജാതകത്തിലോ ഗോചരത്തിലോ സംഭവിക്കുമ്പോഴാണ് ഇത് ശക്തമായ ഫലങ്ങളെ ഒരു വ്യക്തിയിലേക്ക് നൽകുന്നത്. അപ്പോൾ ചില ദോഷസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രതികൂല ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ശനിയും ചൊവ്വയും പാപഗ്രഹങ്ങളായതിനാൽ തന്നെ ഇവയുടെ ഒരു സംഗമം പലപ്പോഴും അല്പം പ്രതിസന്ധികരമായ ഘട്ടങ്ങളിലൂടെ മനുഷ്യനെ കടത്തിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അല്പം പ്രതിസന്ധികരമായ അവസ്ഥകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായും വരും. എന്താണ് പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരും. ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിനു മുന്നേ ഉള്ള സമയം സുഗമമായി, അതായത് ഈസിയായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിലും പിന്നീടുള്ള സമയത്തിൽ അത് അല്പം ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ ദുഷ്കരമായി നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അതിനെയാണ് ഇവിടെ ദോഷമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതെന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടതോ മനസ്സിൽ ഭാരം കയറ്റി വെക്കേണ്ടതോ ആയ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇവിടെ ഈ യോഗത്തിൻ്റെ ഫലമായിട്ട് അല്പം മനോവിഷമങ്ങൾ അല്ലെങ്കിൽ ദേഷ്യം, പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ തോന്നാൻ സാധ്യത കാണുന്നുണ്ട്. വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, കുടുംബത്തിൽ അല്പം വഴക്കോ പ്രശ്നങ്ങളോ, അല്പം നമ്മൾ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഇത് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പെട്ടെന്ന് ശാന്തനായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദേഷ്യക്കാരനായി മാറുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ ഈ ഒരു സമയം അല്പം ദേഷ്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യണം? നാളെ മുതൽ ഇതൊരു മാറ്റം വരുമ്പോൾ നമ്മൾക്കതൊരു മാറ്റം ഉണ്ടാകുന്നു എന്നൊരു ബോധം മനസ്സിൽ വെക്കുകയും ക്ഷമയോട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സ്വയം പഠിക്കുകയും വേണം. അതായത് നമ്മൾ ഒരു വഴിയെ പോകുന്നു, നമ്മൾ മുന്നേ പോയ ഒരു വ്യക്തി ഒരു കുഴിയിലേക്ക് വീണെന്ന് കരുതി. അപ്പോൾ നമ്മൾ പുറകെ പോകുന്ന ആൾക്ക് മനസ്സിലാവും അവിടെ ഒരു കുഴിയുണ്ട്, ആ വഴി പോയാൽ ഞാൻ ആ കുഴിയിൽ വീഴും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ശ്രദ്ധിച്ച് ആ വഴി മാറ്റി പിടിക്കുക, അതായത് വേറൊരു വഴിയെ പോകും കുഴിയിൽ വീഴാതിരിക്കുന്നതിന് എന്ന് പറയുന്നതുപോലെ തന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാളെ മുതലുള്ള സമയം പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർ അല്പം ഒന്ന് സൂക്ഷിക്കണം. അതായത് എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണെന്ന് പറഞ്ഞ് മനസ്സിൽ ഇതേ ചിന്തിച്ചുകൊണ്ട് നടക്കുകയല്ല. എന്തെങ്കിലും സംഭവിക്കുമെന്ന ചിന്തനയിൽ നടന്നു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. അപ്പോൾ ഈ ഒരു സമയം ടെൻഷൻ്റെ കാര്യമൊന്നുമല്ല. ഇതൊരു ചെവി കൂടെ നിങ്ങൾ കേൾക്കുക, മനസ്സിൽ ഏതെങ്കിലും ഒരു കോണിൽ വെക്കുക, അല്ലാതെ ഇതേന്ന് പറഞ്ഞ് ചിന്തിച്ച് ഇരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫലമായിട്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നു കുറച്ച് നക്ഷത്രക്കാർക്ക്, അതായത് ഒരു ഏകദേശം 9 നക്ഷത്രക്കാർക്ക്, 3 രാശിയിൽപ്പെടുന്ന ആളുകൾക്ക്. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായ ആ 3 രാശിക്കാർ ആരൊക്കെയെന്ന്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം, അതായത് നാളെ മുതലുള്ള സമയം അല്പം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ഏത് പ്രശ്നത്തെയും മാറ്റാനുള്ള പരിഹാരം പ്രാർത്ഥനയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ്
പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള സമയം പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിക്കുക. അതിന് മുന്നേ നമ്മൾ എന്ത് റൊട്ടീനാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നും നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട. നാളെ മുതലുള്ള സമയം പ്രാർത്ഥിക്കുക. വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ പറയുന്ന ദോഷമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന കാര്യങ്ങളെ പാടെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു ചേരുന്നതുമായിരിക്കും. അപ്പോൾ ആരോഗ്യപരമായി മഴക്കാലം കൂടിയാണ്, കുടയില്ലാതെ നടന്നു കഴിഞ്ഞാൽ പനി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ കൂടി ഈ ഒരു സമയം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ചിലവുകളൊക്കെ വർദ്ധിക്കും. എന്നാൽ ചോദിക്കും ഇപ്പോൾ ചിലവില്ലേ എന്ന് നിങ്ങൾ അങ്ങനെയും ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു സമയം അല്പം കൂടി അനാവശ്യ ചിലവുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി അനാവശ്യ ചിലവുകളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. സാമ്പത്തികമായ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും വലിയ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കുമല്ല പോകുന്നത്. ചെറിയ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, നമ്മളിപ്പോഴും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ്. ഇതിനെ എടുത്ത് മനസ്സിൽ വെച്ച് അത് മനനം ചെയ്ത് ടെൻഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഈ ഒരു സമയം കാണുന്നുണ്ട്. അതങ്ങ് മാറും. എപ്പോഴാണ്? ഈ ജൂൺ 29 ശുക്രനാണ് ഉദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ 9 ദിവസങ്ങളുടെ ദൈർഘ്യം മാത്രമേ ഇതിനുള്ളിലുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ള ആളുകൾ, അതായത് കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിലാണ് നമ്മൾക്ക് അതുമായി എന്തെങ്കിലും പിന്നീടും കോടതിയിൽ പോകേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പിന്നീട് അതൊന്ന് നീട്ടി വെക്കുന്നതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. എങ്കിലും 29 ശേഷം ശുക്രൻ ഉദിക്കുന്ന ഒരു സമയം കൂടി വന്നു ചേരുന്നുണ്ട്. അത് വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നും തന്നെ വരുന്നില്ല. എങ്കിലും അല്പം ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും ചെലുത്തുക എന്ന് മാത്രം. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഉടനെ ഒരു ജോലിയിലേക്ക് നിങ്ങൾ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അല്പം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അല്പം നീണ്ടുപോകേണ്ടതായ ഒരു സന്ദർഭമൊക്കെ വന്നു ചേരാം. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്കും പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന ആ ഒരു കടമ്പ കുറച്ചുകൂടി ദൈർഘ്യത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു സമയം കണക്കിലാക്കേണ്ടതാണ്. ആരോഗ്യകരമായി ശ്രദ്ധിക്കണം. അതേപോലെ വാഹനം ഉപയോഗിക്കുന്ന സമയത്തും, അത് ഇപ്പോഴെന്നല്ല എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആരോഗ്യം, വാഹനം തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും. പക്ഷെ നിങ്ങൾ അല്പം കൂടി കെയർ അധികരിച്ച് അല്ലെങ്കിൽ അധികമായി കൊടുക്കണം എന്ന് മാത്രം. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കും അല്പം പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നേരിടേണ്ടതായി വരുന്നതാണ്. കാര്യമായ ഒരു പുരോഗതി ഒരു സമയം കാണാനുള്ള സാധ്യത അല്പം കുറവാണ്. എങ്കിലും സാരമില്ല. പ്രാർത്ഥനയിലൂടെ എല്ലാവിധ പ്രശ്നങ്ങളെയും മാറ്റാനുള്ള പരിഹാരം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേക്കും. പണം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ വേണം. അപരിചിതരായ ആർക്കും ഈ ഒരു സമയം ധനം കടം കൊടുക്കാതിരിക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന ഒരു വേളയാണ്. അപ്പോൾ അതിൽ നിന്നും ലുബ്ധിച്ച് വേറൊരു വ്യക്തി കൊടുത്താൽ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത വിരളമാകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു സമയം ധനം ആർക്കും കടം കൊടുക്കാതിരിക്കുക എന്നത്. അപ്പോൾ ആരോഗ്യപരമായും അല്പം സൂക്ഷിക്കുക. നിങ്ങൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക. അപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം, നാളെ മുതലുള്ള സമയം ഈ 9 നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമുക്ക് തന്നെ ഇരട്ടി ഫലമായി എത്തുകയുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു വഴിപാട് പോലെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു, ആ ഒരു നിലയിലേക്ക് പോവുകയല്ല വേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന ചിന്തയോടുകൂടി നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ വസിക്കുന്ന ആ ഒരു സൊസൈറ്റിയിലും നമ്മുടേതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു പോസിറ്റീവ് ഊർജം ഉണ്ടാകണം. ആ വഴക്ക്, വക്കാണം, പ്രശ്നങ്ങളൊന്നും നമ്മളിലേക്ക് എത്തരുത്. ധൈര്യം സമേതം ഏത് കാര്യത്തിനെയും നേരിടാനുള്ള കഴിവ് തരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക. എങ്കിലും അല്പം ഒന്ന് ശ്രദ്ധിക്കുക. നല്ലത് പറഞ്ഞു തരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു തരേണ്ടതാണല്ലോ. ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്തുവാണ് ഇങ്ങനെ പറയുന്നത്, ഏതാ പറയുന്നത്? പക്ഷേ ഇത് ഭയചകിതരാകാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. അല്പം ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രഹമാറ്റങ്ങളെക്കുറിച്ച് എല്ലാം നല്ലതായാലും അല്പം നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും പറയേണ്ടത് നിങ്ങളെപ്പോലെയുള്ള ജ്യോതിഷികളുടെ കടമ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിച്ചത്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. രാവിലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞു തന്നാൽ, അത് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള സമയം
കുളിച്ചതിന് ശേഷം പൂജാമുറിയിലേക്ക് പ്രവേശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം വിജയം നൽകി തരണേ, ആയുരാരോഗ്യ സൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിച്ച് അല്പം സിന്ദൂരം, ഭസ്മം, ചന്ദനം ഇതിൽ ഏതെങ്കിലും ഒന്ന് നെറ്റിയിൽ അണിഞ്ഞിട്ട് പുറത്തേട്ടൊന്ന് പോയി നോക്കിയാട്ടെ, ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ 7 അയലത്തേക്ക് എത്തിച്ചേരുകയില്ല. കൂടാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭൂമി വന്ദനം ചെയ്യുക. കട്ടിലിൽ നിന്ന് പാദം നിലത്ത് ഊന്നുന്നതിന് മുന്നേ തന്നെ ആ കൈകൾ കൊണ്ട് ഭൂമി മാതാവിനെ തൊട്ട് നെറുകയിൽ വയ്ക്കുക. പിന്നീട് ഒരു കാര്യത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടയില്ലെന്നാണ്. അതായത് പിന്നീട് തട്ടിത്തടഞ്ഞ് വീഴുകയോ വാഹനത്തിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. അതിൽ ചെയ്യേണ്ടതായ കാര്യം ഭൂമി മാതാവിനെ ഒന്ന് വണങ്ങുക എന്നാണ്. ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം അന്നത്തെ ദിവസം നിങ്ങൾക്ക് ശാശ്വതമായ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക. അത് തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും നമ്മളിലേക്ക് എത്തണമെന്ന ആ ഒരു ഇംഗിതത്തോടു കൂടി ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക.